ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചത് തഫ്സീറു ഷഅറാവിയാണ്. നമുക്കറിയാം തഫ്സീറു ഷഅറാവി എന്നെ ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദ് തന്നെയാണ് അതിൻ്റെ ഒരു മനോഹാരിതയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. വളരെയധികം ഞാൻ ആസ്വദിച്ച് വായിച്ച ഒരു തഫ്സീറാണ്. എല്ലാ ഭാഗങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ദൈക്ഷണികമായ പ്രഭാവം നമുക്ക് അതിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തഹ്രീർ വ തൻവീർ എന്ന തഫ്സീറിനെ കുറിച്ച് ആ തഫ്സീറിനെ കുറിച്ച് വല്ലാത്തൊരു കൂടുതൽ ചർച്ചകളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. തഫ്സീറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ തഫ്സീറും എല്ലാ പ്രവണതകളും എല്ലാ വിഷയങ്ങളും നമ്മൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥമെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഇന്ത്യൻ തഫ്സീറിലെ കൗതുകങ്ങൾ എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നമ്മൾ 3:3 എന്ന രൂപത്തിലാണ് ഇവിടെ പറഞ്ഞത്. ആകെ ചർച്ച ചെയ്യപ്പെട്ട 6 തഫ്സീറുകളിൽ നമുക്ക് സ്വീകാര്യമായ തഫ്സീർ 3 എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയപ്പെടുന്ന എല്ലാ തഫ്സീറുകളും അതിലുള്ള എല്ലാ കണ്ടൻറ്റും നമ്മൾ അംഗീകരിക്കുന്നുവെന്നോ അതിൻ്റെ മുസന്നിഫിനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്നുവെന്നോ ഇതിനർത്ഥമില്ല. പ്രത്യേകിച്ചും ഇബ്നു ആഷൂറിനെ പോലെയുള്ളവരുടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഒരു ആധുനിക തഫ്സീറുകളെ പരിചയപ്പെടുന്ന ഒരാൾ വായിച്ചിരിക്കേണ്ട ഒരു തഫ്സീർ എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഇബ്നു ആഷൂർ എല്ലാ നിലക്കും സ്വീകാര്യനാണ് എന്ന് പറയാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ ചില അബ്ദവി രളവി സ്വാധീനങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുസന്നിഫിനെ കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ഓറിയൻ്റലിസ്റ്റുകളാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ അല്ല, ഇതിനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നെറ്റിലൊന്നും പരതിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആ തഫ്സീർ നമ്മൾ ഒരുപാട് ഭാഗം പല സ്ഥലത്തും നമ്മൾ നോക്കിയിട്ടുണ്ട്. നോക്കിയ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ, വളരെ ഖുർആൻ്റെ ഇജാസ്, അതിൻ്റെ ബയാനിയായ, അതിൻ്റെ നെളുമിയായ, നിലാമിയായ, അതേപോലെ തന്നെ ഹിസാബിയായ, ലുഗവിയായ ഒക്കെ ഇജാസുകളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു തഫ്സീറാണ്. പക്ഷെ എങ്ങനത്തെ നല്ല ആകർഷകമായ തഫ്സീറാണെങ്കിലും ഒരു ജാഗ്രത നമ്മുടെ അടുക്കൽ ഉണ്ടാകൽ ആവശ്യമാണ്. ഇപ്പോൾ ബിന്തുഷാത്തിനെ കുറിച്ച് ഇവിടെ അസ്ഹരി പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം വന്നതാണ്. ബിന്തുഷാത്തി പറഞ്ഞാൽ ആയിഷ അബ്ദുറഹ്മാൻ അവരുടെ ഇജാസുൽ ബയാനി എന്ന തഫ്സീർ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരുടെ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു ഇസ്ലാമിസ്റ്റായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്, മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞപ്പോൾ അവരെ ഈ തഫ്സീറിൽ ഇങ്ങനെ ചില പരാമർശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാനത് അംഗീകരിക്കുള്ളൂ. എങ്കിൽ പോലും ഈ ഒരു ജാഗ്രത, നമ്മൾ പഠിച്ച സാധനങ്ങൾ, ഈ ആധുനികമായി നമ്മൾ പറയുന്ന ഏത് സാധനമാണെങ്കിലും ഏത് തഫ്സീറാണ്, ഇതൊരു കായിക കുല്യായിട്ട് നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ അശാരി അഖീദയും നമ്മളെ മദ്ഹബും അല്ലെ ഷാഫി മദ്ഹബ് വേണം, അത് ഏറ്റവും ചുരുങ്ങിയത് മദ്ഹബിൽ ഏതെങ്കിലും ഒന്നും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ നമ്മൾ ആ നിലക്ക് വൻഹജിയായിട്ട് നമുക്ക്
ഇത്തിബായ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ജുസിയാത്തുകളൊക്കെ എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ജാഗ്രത നമ്മൾ എടുത്ത് വേണം, ഇയാൾ ആരാണ് എന്ന്. അപ്പോൾ ഏത് സമയവും ഒരു സ്ഖലിതം അല്ലെങ്കിൽ ഒരു നമ്മളെ വേറെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന ഒരു ജാഗ്രതയോടുകൂടെ മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അല്ല ഇങ്ങനത്തെ ഒന്നും നമ്മൾ തൊടൂല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഈ പുതിയ കാലത്ത് നമുക്ക് ശത്രുക്കളും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാണെങ്കിൽ നമ്മളതൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ പക്ഷേ നമുക്കൊരു എന്ത് ചെയ്യണം, അതിൻ്റെ ഇതാരാണ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ഇത് വേണം. അപ്പോൾ കണ്ടന്റുകൾ നോക്കുമ്പോൾ ഈ ഒരു കണ്ണാടിയിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നതാണ്. കാരണം ആ വിഷയത്തിൽ നമുക്ക് ഉറപ്പില്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിസാലത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് സ്വഹീഹായ ഹദീസിൽ അതുപോലെ ഖുർആനിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണെന്ന വിഷയത്തിൽ നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ബറാഹീനുകളെ കൊണ്ട് തന്നെ കൃത്യമായി തെളിഞ്ഞ ബോധ്യപ്പെട്ട കാര്യമാണ് അശരി അഖീദയും അതുപോലെ ഈ പറഞ്ഞ മദ്ഹബിയ്യത്ത് എന്ന് പറഞ്ഞ സംഗതിയും. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു ബോർഡർ നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ആഴക്കടലിലേക്ക് നമുക്ക് കയമറിയാതെ നമ്മൾ കിടന്നുഴറുന്ന ഒരവസ്ഥ ഉണ്ടാകും, മുങ്ങിച്ചാവുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പം നമ്മൾ ഈ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇവിടെ ചില സംഗതികളുണ്ട്. എന്നാലാണെങ്കിലോ നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും വേണമെന്നുള്ളതാണ്. ഈ പറഞ്ഞ തഫ്സീറിൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ തനാസുബുല്ലായാത്ത് വളരെ ഭംഗിയായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരായത്ത് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ആയത്ത് ഒരു സൂറത്തും മറ്റേ സൂറത്തും നമ്മളെ ബന്ധം മാത്രമല്ല, ഒരു സൂറത്തിന് തുടക്കം കൊടുക്കും. ഇതൊക്കെ റാസിയിലുള്ളത് തന്നെ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ എന്ന് പറയുമ്പോൾ റഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ ആയത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ നജാലുൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ബുദ്ധിനെ നൽകും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ റഹ്മാൻ ബുദ്ധിനെ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നു, റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ തുടക്കവും ഒടുക്കവും റഹ്മത്തിനെ കുറിച്ച് പറയുന്നു. അതിൽ പറയുന്നത് ഓരോ സംഗതികളും ഓരോ റഹ്മത്തുകൾ എടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒരു അമൂദിയായ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. തൊട്ട് മുമ്പത്തെ ആയത്തായിട്ടും ബന്ധമുണ്ട്, ശേഷമുള്ള ആയത്തായിട്ടും ബന്ധമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഓരോ പദങ്ങളുടെയും ഡിക്ഷൻ അതിൻ്റെ ഓരോന്നിനും പ്രത്യേകത പറയും. ഉദാഹരണം പറഞ്ഞാൽ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഇദാ ജാ എന്നതിന് പകരം ഇതൊക്കെ ഇൻ ജാ എന്ന് പറയാതെ ഇദാ ജാ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇദാ എന്ന് പറഞ്ഞാൽ അത് ഇൻ എന്നുള്ളത് നാദിറായ സംഭവങ്ങൾക്കും അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ശക്കുള്ള സംഭവത്തൊക്കെയാണ് ഇന്ന് പറയുക. ഉറപ്പുള്ളത് പറയുമ്പോഴാണ് ഇതാ പറയുക. ഇനി വരാനുള്ളത് മക്ക ഫത്ഹിനെ കുറിച്ചാണ് പറയുന്നത്. അക്കാര്യം ഉറപ്പാണ് എന്നതിലേക്കുള്ള സൂചനയാണ് ഇതാ. ജാ എന്നെന്തുകൊണ്ട് പറഞ്ഞു, അത്ത എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? ജാ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അതിലൂടെ നേടിയെടുക്കുന്ന സംഗതി അങ്ങനെ വന്നെത്തുന്ന കാര്യത്തിനാണ് ജാ എന്ന് പറയുക. അതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അത്ത എന്ന് പറയുക. ഇത് എന്താണ് ഫത്ഹ് മക്ക എന്നാണ്. കുറേ ബാലാഷ്ട്രതകൾക്കൊടുവിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ജാ എന്ന് പറഞ്ഞത്. ഇതാ ജാ നസ്റുല്ലാ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? എല്ലാ സഹായവും അള്ളാഹിൻ്റെ സഹായം തന്നെ. പിന്നെ നസ്ർ അള്ളാഹുലേക്ക് പ്രത്യേകം ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ നസ്ർ ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു നസ്ർ ഇതിൽ അടങ്ങിയതുകൊണ്ട് ഇതിനെ പ്രത്യേകമായി തശ്രീഫിൻ്റെ ഇലാഫത്ത് എന്ന നിലക്ക് അതിലേക്ക് ചെയ്തതാണ്. നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ളിടത്ത് ഫത്ഹ് ആദ്യം പറയാതെ നസ്ർ എന്തിനാണ് ആദ്യം പറഞ്ഞത്? കാരണം നസ്ർ ഉണ്ടായിട്ടാണ് ഫത്ഹ് ഉണ്ടായത്. അപ്പോൾ നസ്ർ സബബാണ്, ഫത്ഹ് മുസബ്ബബാണ്. ഇങ്ങനെ ഓരോന്നിനും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന രീതിയാണ് അതിലുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഹിസാബുകളാണ്. മാത്തമാറ്റിക്സ് കൊണ്ടുള്ളൊരു കളിയാണ്. കാരണം ഒരു എഞ്ചിനീയറെ പോലെയാണ് അദ്ദേഹം വർത്തിക്കുന്നത്. കാരണം നമുക്ക് ഈ സാധനത്തെ ഓരോ മെറ്റീരിയൽ എന്തുകൊണ്ടുണ്ടാക്കി, ഇപ്പോൾ ഒരു ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയാണെങ്കിൽ എന്തുകൊണ്ടത് കല്ലുപയോഗിച്ചില്ല ബ്രിക്ക് ഉപയോഗിച്ചെന്ന് ചോദ്യം. അതേപോലെയാണ് ജാ എന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചു, അത്ത എന്നുകൊണ്ട് ഉപയോഗിച്ചില്ല, അതൊരു ചോദ്യം. അത് ഓരോന്ന് ഇന്ന സ്ഥലത്ത് വെക്കാനുള്ള കാരണം എന്താണ്? ഇത് ഇവിടെ തന്നെ വെച്ചത് എന്തിനാണ് മറ്റേ സ്ഥലത്ത് വെച്ചുകൂടെ? ഇവിടെ മാത്രം ഇങ്ങനെ ആക്കിയതാണ്. അതൊക്കെ ഇവർ ചോദിക്കും. ഇപ്പോൾ റഹ്മത്ത് എന്നുള്ളടത്ത് ബാത്തായിട്ട് എഴുതിയിട്ടുണ്ട്, മറ്റേ സ്ഥലത്ത് ഹാത്തായിട്ട് എഴുതി. എന്തുകൊണ്ട് അത് ഇത് ഇവിടെ ഇങ്ങനെ ഉപയോഗിച്ചു, മറ്റേടത്ത് ഇങ്ങനെ ഉപയോഗിച്ചു? ഇതിനൊക്കെ മറുപടി പറയുന്ന രീതിയിലുള്ള നമ്മുടെ ദൈക്ഷണിക തലങ്ങളെ, പ്രത്യേകിച്ചും എജാസിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ത്വഗ എന്നതൊക്കെ ഉണ്ടല്ലോ. ത്വഗ എന്ന അലിഫ് കൊണ്ട് എഴുതുന്നുണ്ട്, യാവ് കൊണ്ട് എഴുതുന്നുണ്ട്. രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് മാനവീയായ തുകയാനായിരിക്കും, ഒന്ന് ഹിസ്സിയായ തുകയാനായിരിക്കും. റിജിസ് ഇങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. രണ്ടും ഏകദേശം ഒരു അർത്ഥമാണ്, പക്ഷെ രണ്ട് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അങ്ങനത്തെ ഹിസ്സിയായ ശിക്ഷകളായിരിക്കും, ഒന്ന് മാനവീയായിരിക്കും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ
പ്രകടമായ ലഫ്ദിൽ നമുക്ക് കാണൂല. പക്ഷെ ഇപ്പൊ ഇമ്രാത്ത് എന്നത് 2 രൂപത്തിൽ ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. ഹാത്തായിട്ട് എഴുതിയിട്ടുണ്ട്, ബാത്തായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ബാത്തായി എഴുതിയ സ്ഥലങ്ങളിലൊക്കെ ഇമ്രാത്ത് ഫിർഔൻ, ഇമ്രാത്തു ഇമ്രാൻ ഇങ്ങനെ ഒരു മുദാഫിലേക്ക് ചേർത്ത് കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പം ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പറയുന്ന ഒരു എഞ്ചിനീയർ, അയാളൊരു എഞ്ചിനീയറാണ്. അപ്പോൾ ഒരു എഞ്ചിനീയർ എങ്ങനെയാണ് ഖുർആൻ വീക്ഷിക്കുന്നത്, ആ രൂപത്തിലാണ് ഒരു കെട്ടിടത്തെ അയാൾ വീക്ഷിക്കുന്നത് എങ്ങനെയാണ്, ആ രൂപത്തിലാണ് ഇദ്ദേഹം ഖുർആനെ വീക്ഷിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ മുസന്നിഫിനെ കുറിച്ച് അത്ര ഇല്ലാത്തത് കൊണ്ട് ചില കണക്കുകളൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കണക്കൊക്കെ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മിണുങ്ങാൻ പാടില്ല. കാരണം കണക്കല്ലേ, നമുക്ക് നോക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. അപ്പോൾ നോക്കി ഉറപ്പുവരുത്തി റെഡിയാണെങ്കിൽ മാത്രമാണ് നമുക്കത് പറയാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ബയാനിയായ വിഷയങ്ങളൊക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അത് പറയുകയും ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യാം. ഖുർആൻ്റെ ഈ സൗന്ദര്യം ഇതൊക്കെ പഴയ കിതാബെന്നൊക്കെ എടുത്തത് തന്നെ ആയിരിക്കും. ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെതായ നിരൂപണവും നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു വൈജ്ഞാനിക മണ്ഡലത്തെ വികസിപ്പിക്കുന്നതിന് ഉപകാരപ്പെടുന്ന ആയതുകൊണ്ട് അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.